മിനിഞ്ഞാന്ന് രാത്രി മുതൽ ന്യൂസ് 18 ചാനൽ ബ്രേക്ക് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്. ബിജു രാധാകൃഷ്ണൻ, ഈ പേര് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആവും. അതെ, യെസ്, സോളാർ കേസിലെ ബിജു രാധാകൃഷ്ണൻ. ബിജു രാധാകൃഷ്ണൻ കേരളത്തിൽ, നിങ്ങൾ ആലോചിക്കണം, ഭാര്യയെ കൊന്ന കേസിൽ പ്രതി, സോളാർ കേസിലെ മുഖ്യപ്രതി, 2013 ലിറ്ററലി എല്ലാ മലയാളികളും ഞെട്ടിയൊരു കേസാണ് സോളാർ കേസ്. തുടർഭരണം എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് സോളാർ കേസ് ഉണ്ടാകുന്നത്. യെസ്, അതിലെ ദ മെയിൻ മാൻ ബിജു രാധാകൃഷ്ണൻ വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലിരുന്നു കൊണ്ട് വീണ്ടും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത. മിനിഞ്ഞാന്ന് രാത്രി ഈ വാർത്ത വന്ന സമയത്ത് ഐ വാസ് ലൈക്ക്, എന്താപ്പോൾ അത് സംഗതി? കാരണം നമ്മുടെ ഇൻ്റലിജൻസ് ഒക്കെ ചത്തോ, മരവിച്ചു പോയോ? കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഒക്കെ ഇത്രത്തോളം ഉള്ളോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി. കാരണം ഇത്രയും വലിയൊരു ക്രിമിനൽ, ഫ്രോഡ്, കേരളത്തിനകത്ത് തന്നെ കൊച്ചിയിൽ 4 ഓഫീസ് ഇട്ട് അതിനകത്തൊക്കെ 100-100 ആളുകളെ വർക്കിന് വെച്ച് ഇവിടുത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള NGOസിൻ്റെ പറ്റിക്കണ്. കേരളത്തിലിരുന്നുകൊണ്ട് തമിഴ്നാട് പോയി പറ്റിക്കുന്നു, തെലുങ്കാനയെ പറ്റിക്കുന്നു, കർണാടകയെ പറ്റിക്കുന്നു. പാവപ്പെട്ടവന് കിട്ടേണ്ട അർഹതപ്പെട്ട കാശ് അടിച്ചു മാറ്റി എന്തുവാടെ ഇവിടെ നടക്കുന്നത്? ഇത്രയും വലിയ ക്രിമിനൽ കൊച്ചിയിൽ പോലീസുകാരുടെ മൂക്കും തുമ്പത്ത് ഇത്രയും വർഷം വിലസാണ്, കോടിക്കണക്കിന് രൂപ വീണ്ടും പറ്റിച്ചിട്ട്. ഇത്രയും വലിയ സോളാർ കേസിലെ പ്രതി, ഭാര്യയെ കൊന്ന കേസിലെ പ്രതി, ഒന്നും ചെയ്യാൻ നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ ഇൻ്റലിജൻസൊക്കെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് കയറുന്നത് ഇന്നിത് കയറാൻ കാരണം നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ, എന്താണ് ഇത് നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ടുള്ള ലിങ്ക്? ഞാൻ ഇത് കണ്ടപ്പോൾ, വാർത്ത കണ്ടപ്പോൾ മുതൽ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ഞാൻ ഇന്ന് ഉച്ച മുതൽ ഇതിൻ്റെ പിന്നാലെയാണ്. ആൻഡ് ഐ ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. ഓക്കെ, ബിജു രാധാകൃഷ്ണന് മാർട്ടിനുമായി ബന്ധം, നടിയെ ആക്രമിച്ച കേസിൽ എന്നോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി, മലപ്പുറം സ്വദേശിയായിട്ടുള്ളൊരു വ്യവസായി വന്ന് പറയുകയാണ്, ബിജു രാധാകൃഷ്ണന് നടി ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായ മാർട്ടിനെ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. മാർട്ടിനാണ് ഇതിന് വേറൊരു നറേറ്റീവ് കൊണ്ടുവന്നത്. മാർട്ടിൻ്റെ വീഡിയോ മാർട്ടിൻ പബ്ലിഷ് ചെയ്തതിന് ശേഷം മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ ദിലീപിൽ നിന്ന് ഫോക്കസ് മാറി അത് ലാലിലേക്കും ബാക്കി ടീമിലേക്കും മാറുന്നു. ഇത് ഇവരെല്ലാവരും കൂടിയുള്ളൊരു സ്ക്രിപ്റ്റാണ് ദിലീപിനെ കൊടുക്കാൻ എന്നുള്ളൊരു ആംഗിളിലേക്ക് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പരിധി വരെ ഡിസ്കഷനിൽ കൊണ്ടെത്തിച്ച ദ വെരി സെയിം മാർട്ടിനും ഈ കൊടും ക്രിമിനലായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ തമ്മിൽ എന്ത് ബന്ധം? ഇനി ഇവർ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട ആ കേസുമായിട്ട് ഇതിനെന്ത് ബന്ധം? നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി വന്നില്ലേ? ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദ മാൻ. അതായത് മലപ്പുറത്ത് നിന്നുള്ളൊരു വ്യവസായി, ബിജു രാധാകൃഷ്ണൻ്റെ പുതിയ തട്ടിപ്പിൽ പെട്ടുപോയൊരു വ്യക്തി. ആ വ്യക്തിയോട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഇതാണ് നടി ആക്രമിക്കപ്പെട്ട കേസും മാർട്ടിനും ദിലീപിൻ്റെ ബ്രദറൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തെന്ന് ന്യൂസിൽ വന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഞങ്ങൾ ഈ ബിജു രാധാകൃഷ്ണനായിട്ട് ഞങ്ങൾ ട്രൈബൂട്ട് ഹോട്ടലിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് അദ്ദേഹത്തിന് കോൾ വരികയും എന്നോട് റിൻഷ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പുള്ളി മാറി നിൽക്കുന്നു. പിന്നെ അഡ്വോക്ക് നിഷ കെ പീറ്റർ, സ്വന്തം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയ അഡ്വോക്ക് നിഷ കെ പീറ്റർ. പിന്നെയാണ് മനസ്സിലാക്കുന്നത്, ഭാര്യയെ കൊന്ന കേസിൽ ബിജു രാധാകൃഷ്ണൻ ജയിലിൽ കടന്നപ്പം അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീലാണ് അത് എന്നൊക്കെ ഞങ്ങൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഏലിയാസിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് നിഷ കെ പീറ്റർ ട്രൈബൂട്ട് ഹോട്ടലിൽ കടന്നു വരികയും നിഷയുടെ കൂടെ അന്ന് ഈ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ഉണ്ടായിരുന്നു. മാർട്ടിൻ അന്ന് ജാമ്യത്തിലിറക്കിയത് നിഷയായിരുന്നു. എന്നിട്ട് അതിനുശേഷം എന്നോട് കുറച്ച് കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് റിൻഷാദ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നടി ആക്രമിച്ച കേസിൽ, നമുക്ക് അതിൻ്റെ അതർ സ്റ്റെപ്പുകളായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു എന്ത് ചെയ്ത് ബിജു രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മാർട്ടിനെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാം, സാമ്പത്തികമായിട്ട് വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 1-2 ദിവസം അതിൻ്റെ ഫോളോ അപ്പിംഗ് ഉണ്ടായിരുന്നു. മാർട്ടിനെ കൊണ്ട് നിങ്ങൾ എവിടെയും പോയോ, അതോ നിങ്ങളുടെ അടുത്തോട്ട്? മനസ്സിലായില്ല, എന്താണ് ചെയ്തത് മാർട്ടിനായിട്ട്?
മാർട്ടിൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ ട്രൈബൂട്ട് ഹോട്ടലിലേക്കാണ് നിഷ കെ പീറ്റർ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹം എനിക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങളായി, എന്നിരുന്നാലും ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റൊക്കെ എടുത്ത് ഓടി വന്നു, ബിജു രാധാകൃഷ്ണനായിട്ട് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിട്ട് ഇതാണ് മാർട്ടിൻ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയാണ്, കുറച്ച് നാൾ പുള്ളിയെ നിൻ്റെ കൂടെ നിർത്താൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞിരുന്നു ഇപ്പം മീഡിയക്കാരായിട്ട് പുള്ളിക്ക് അധികം സംഭാഷണങ്ങളൊന്നും പാടില്ല എന്ന് കോടതി ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബിജു രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ വീണ്ടും പാലാരിവട്ടത്ത് ബൈപ്പാസിൽ വെച്ച് മീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറുന്നു. അതിനോട് പറഞ്ഞു ദിലീപിൻ്റെ അനിയനായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, 3 കോടി രൂപയോളം എന്ത് ചെയ്യും കുമരകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തരും, റിൻഷാദ് പോയി വാങ്ങണം, അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 3 കോടി രൂപയാണ് എന്ത് ചെയ്യുക ബിജു ദിലീപിൻ്റെ അനിയൻ ക്യാഷായിട്ട് തരാം, എൻ്റെ കാറിൽ വേണം പോകാൻ, കുമരകത്ത് റിസോർട്ടെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, 3 കോടി വാങ്ങുമ്പോൾ റിൻഷാദിനൊരു എമൗണ്ട് തരും, പിന്നെ മാർട്ടിനും ഒരു എമൗണ്ട് കൊടുക്കണം, ബാക്കി ഇതിനിടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും. ഉദ്ദേശിക്കുന്നത് ഈ നിഷ കെ പീറ്ററും ബിജു രാധാകൃഷ്ണനുമാണ്. അങ്ങനെ ഇതിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ ദിലീപിൻ്റെ കേസിലും ബിജു രാധാകൃഷ്ണൻ ഇടപെടൽ ഉണ്ടായിട്ട് എന്നുള്ളത് വ്യക്തമാണ് എനിക്ക്. ഇതിനു വേണ്ടിയാണ് കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പക്ഷേ അതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട്. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കുണ്ട്. അത് ഞാനിപ്പോൾ ഇന്നെന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തു, അത് DGPയിലേക്ക് കൈമാറി. ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, എമർജൻസി ആയിട്ട് ഇന്ന് തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പരാതികളെല്ലാം എടുത്തിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അദ്ദേഹം തിരിച്ചറിയില്ല. ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ ആണോ ഈ റിൻഷാദ് എന്ന് പറഞ്ഞ മലപ്പുറം സ്വദേശി. ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ തുടങ്ങിയ പരിപാടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. NGOസിന് CSR ഫണ്ട് എത്തിച്ചു കൊടുക്കാം എന്ന പേരിൽ NGOസിനെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ തട്ടിപ്പുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ CSR ഫണ്ട് പറഞ്ഞ് പറ്റിക്കുന്ന പണി. വാട്ട് ഈ CSR ഫണ്ട് എന്നുള്ളത് പലർക്കും ഒരു സംശയം ഉണ്ടാവും. CSR ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ജയൻറ്റുകൾ അവർ വലിയ ബ്രാൻഡായിട്ട് ബിൽഡാകുമ്പോൾ അവർക്ക് കിട്ടുന്ന അവരുടെ ലാഭത്തിൽ നിന്ന് സൊസൈറ്റിക്ക് ബെനിഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ സൊസൈറ്റിയിൽ വളരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ, ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ, അതുപോലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലവില്ലാതെ ഭയങ്കര പൈസ ഇല്ലാതെ നടക്കുന്നവർ, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരിലേക്ക് ഹെൽപ്പ് കൃത്യമായിട്ട് എത്തിക്കുന്ന NGOസിൻ്റെ ഒക്കെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി, അതായത് ലാഭത്തിൻ്റെ ഒരു വിഹിതം സൊസൈറ്റിയിലേക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി കൊടുക്കുന്ന ഫണ്ടിൻ്റെ പേരാണ് CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്. ഈ ഫണ്ട് പല കമ്പനികളും കോടിക്കണക്കിന് രൂപയാണ് CSR ഫണ്ട് വഴി ചിലവാക്കുക. അതൊന്ന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ്സും പരിപാടികളൊക്കെ ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വികസനം ഒരു കോർപ്പറേറ്റ് ജയൻറ്റ് കമ്പനി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ കൂടും. രണ്ടാമത്തെ കാര്യം അവർക്ക് എന്താ പറയുക, അവർക്ക് പരിസ്ഥിതി സംരക്ഷിക്കുക. ഇപ്പോൾ ചില കമ്പനികൾ CSR ഫണ്ട് വെക്കുന്നത് മരം നട്ടുപിടിപ്പിക്കാനാവും, മനസ്സിലായി. അങ്ങനെ പല കാര്യങ്ങൾക്കും CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള ഇമേജ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പല ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. പല ബ്രാൻഡുകളും അവരുടെ റെപ്യൂട്ടേഷൻ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. പല ബ്രാൻഡുകളും അവരുടെ ടാക്സ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് CSR ഫണ്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അതവർ വൈഡ്ലി സ്പ്രെഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്ര കോടി രൂപ CSR ഫണ്ട് കൂടും. അപ്പോൾ ഇതൊരു വലിയ പരിപാടിയാണ്. ഈ പരിപാടിക്ക് പല ഇടനിലക്കാരും ഇടയിൽ നിന്ന് കളിച്ച് കമ്മീഷൻ അടിക്കുന്ന പണിയും. കാരണം ചില NGOs പേപ്പറിൽ മാത്രം എഴുതി കൂട്ടി ഇതേപോലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ CSR ഫണ്ട് അടിച്ചു മാറ്റാൻ നടക്കുന്ന കുറേ കമ്പനികളുണ്ട്, കുറേ NGOs ഉണ്ട്, ഫേക്ക് NGOs. അങ്ങനെ ഈ ബിജു രാധാകൃഷ്ണൻ്റെ പുതിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യവസായിയെ കാണുന്നു, ഓക്കെ, ഒരു ബിസിനസ്സുകാരനെ കണ്ടിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ ഒരു NGO തുടങ്ങാൻ പറയുന്നു. CSR ഫണ്ട് ഞാൻ ബൈപ്പാസ് ചെയ്ത് തരാം പല വലിയ കമ്പനികളുടേതും എന്ന് പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഇവരെ കൊണ്ട് ഇപ്പോൾ പറയാനില്ല ഒരു 300 കോടി രൂപയുടെ CSR ഫണ്ട്, ഓക്കെ, ഇനി ഒന്ന് താത്തി പിടിക്കണം, ഈ ഒരു 30 കോടി രൂപയുടെ CSR ഫണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. പക്ഷേ അതിന് മുമ്പ് ഇനീഷ്യൽ ഒരു എമൗണ്ട്, ഒരു 2 കോടി, ഒരു 1 കോടി ഇത് ഞങ്ങൾക്ക് തരണം ഞങ്ങളെ കമ്പനിക്ക്, എന്നാൽ ഞങ്ങളിത് അവിടെ എത്തിക്കാം. കർണാടകയിലും മറ്റേ തമിഴ്നാട്ടിലും തെലുങ്കാനയിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ NGOs എന്നിൽ ത്രൂ ബിജു എന്ന് പറഞ്ഞ ഈ വ്യക്തി ബിജു രാധാകൃഷ്ണനിലൂടെ കോടിക്കണക്കിന് 1000, 1500 രൂപയും 1500 കോടി രൂപയൊക്കെ CSR ഫണ്ട് മേടിച്ച് വർക്ക് ചെയ്യുന്ന NGOs ഉണ്ട്. അതിൻ്റെയൊക്കെ
തലപ്പത്ത് ഞാനാന്നുള്ളത് ആളുകളെ കൺവിൻസ് ചെയ്ത് പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇവൻ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ബിജു രാധാകൃഷ്ണൻ ചെയ്യുന്ന തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ രീതിയിലുള്ള തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടികൾ ചെയ്യുന്ന ഇവന് മാർട്ടിനുമായിട്ട് എന്ത് ബന്ധം? മാർട്ടിൻ ഓൾറെഡി നമുക്കറിയാം ദിലീപിനെ കൊടുക്കാൻ ബാക്കി എല്ലാവരും കൂടി ഇപ്പം അതിജീവത അടക്കമുള്ളവരെല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു കൂട്ടായ സ്ക്രിപ്റ്റാണ്, നാടകമാണ്, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയാണ് ഇപ്പം ഈ നടന്നതെന്നുള്ളതാണ് അയാളുടെ വീഡിയോ വഴി പറഞ്ഞത്. ഇതേ കാര്യം ഇതിനു മുമ്പും അയാൾ കാറിനകത്തിരുന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ബിജു രാധാകൃഷ്ണനെ പോലുള്ള ഒരു കൊടും ക്രിമിനലിനെ കൂട്ടുപിടിച്ച് മാർട്ടിനിലേക്ക് ഈ ഒരു നറേറ്റീവ് പുറത്തു വരണം എന്ന് പറഞ്ഞ് ഫണ്ട് ചെയ്തിറക്കിയതാണോ ഈ മാർട്ടിനെ? ബിജു രാധാകൃഷ്ണനും മാർട്ടിനും തമ്മിലുള്ള ബന്ധം എന്ത്? അത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ 2ാം പ്രതിയായ ഈ പറഞ്ഞ മാർട്ടിനെ ഇങ്ങനൊരു നറേറ്റീവ് പറയിപ്പിക്കാൻ വേണ്ടി ബിജു രാധാകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ സോ കോൾഡ് അഡ്വക്കേറ്റ് വൈഫും കൂടി കളിച്ച കളിയാണോ? അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇത് ശരിക്കും ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? കാരണം ഇവൻ പല നുണയും പറയുന്ന ഒരുത്തരാണ് ഈ ബിജു രാധാകൃഷ്ണൻ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, ജന്മനാൽ ക്രിമിനൽ ഫ്രോഡ്. അപ്പം ഇവൻ ഈ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഇർഷാദിനെ പറ്റിച്ചതാണോ ഇനിയിപ്പോൾ ഈ പറഞ്ഞ നടി ആക്രമിച്ചപ്പെട്ട കേസും ദിലീപിൻ്റെ അനിയൻ പൈസ തരുന്നൊക്കെ? ആ പൈസ, അങ്ങനെ ഒരു പൈസ ഉണ്ടോ? അതിൻ്റെ പൈസ ഇവൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡെഫിനറ്റ്ലി ഈ മലപ്പുറം സ്വദേശിയായ വ്യവസായിയെ ഇപ്പോൾ ഓൾറെഡി പോലീസുകാർ SIT എന്താണെങ്കിലും നാളെ മൊഴിയെടുക്കലും പരിപാടികളും തെളിവ് ശേഖരണമൊക്കെ നടത്തുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത്, മാർട്ടിൻ ഇപ്പം അടുത്ത് പോലും കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഗൂഢാലോചനയിൽ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. മാർട്ടിൻ അന്നും ഇന്നും എപ്പോഴും പറയുന്ന നറേറ്റീവ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ചെയ്തു എന്നാണ്. ആ നറേറ്റീവിൻ്റെ ബിഗിനിങ് ബിജു രാധാകൃഷ്ണനും ടീമിലും നിന്നാണോ? അങ്ങനെ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നത് ഇവിടെയാണോ, ഇവിടെ നിന്നാണോ ഇതിൻ്റെ തുടക്കം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം വരുമ്പോൾ ഏറെക്കുറെ പുതിയൊരു ചിത്രം, അല്ലെങ്കിൽ പഴയതായിപ്പോയൊരു ചിത്രം പുതിയതായിട്ട് ഇതിനകത്ത് തെളിയാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ബൈ ദ വേ, ബിജു രാധാകൃഷ്ണന് ഇവിടുത്തെ നിയമം എന്ത് കൊടുത്തു? ഇത്രയും വലിയ ക്രിമിനലിനെ അഴിച്ചു വിട്ടിക്കുകയാണോ ഇവിടുത്തെ നിയമം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. ഇതുവരെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. സോളാർ കേസിൽ ബിജു രാധാകൃഷ്ണന് 6 വർഷത്തെ തടവും പിഴയും ശിക്ഷ വിധിച്ചത്. സോളാർ ഉപകരണങ്ങളുടെ വിതരണ അവകാശം വാങ്ങിക്കുവാൻ മുൻ മുഖ്യമന്ത്രിയുടെ വ്യാജ കത്ത് കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലായിരുന്നു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ആ സുപ്രധാന വിധി. 2012 കേസിൽ 1 വർഷം മുമ്പ് വിചാരണ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. കോടതിയിൽ ബിജു രാധാകൃഷ്ണൻ കുറ്റം സ്വമേധയാ സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് കേസിൽ 4 വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞത് പരിഗണിച്ചുകൊണ്ട് ബിജു രാധാകൃഷ്ണന് കോടതി ഇളവും നൽകി. ഇത് മാത്രവുമല്ല, ബിജു രാധാകൃഷ്ണന് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം, ബിജു രാധാകൃഷ്ണൻ തൻ്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന കേസിലും ശിക്ഷ അനുഭവിക്കാൻ വിധി വന്നിരുന്ന ആൾ ആണ്. 2006 ഫെബ്രുവരി 4 കൊട്ടാരക്കരയിലെ ബിജുവിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ ഭാര്യ രശ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസ് അന്വേഷിച്ചത്. സോളാർ തട്ടിപ്പ് കേസിൽ കൂട്ടാളിയായിരുന്ന സരിത നായരെ സ്വന്തമാക്കാൻ ഭാര്യ രശ്മിയെ ബിജു രാധാകൃഷ്ണൻ കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. രശ്മിക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വലിച്ചിഴച്ച് കുളിമുറിയിൽ എത്തിച്ച് ബിജു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ബിജുവിന് ജീവപര്യന്തം തടവും പിഴയും, ബിജുവിൻ്റെ അമ്മ രാജമ്മാളിന് 3 വർഷത്തെ തടവുമായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇരുവരെയും ഹൈക്കോടതി പിന്നീട് വെറുതെ വിട്ടു. ഇത്രയാണ് നിയമപരമായിട്ട് ഈ പറഞ്ഞ ക്രിമിനലിൻ്റെ ലൈഫിൽ വന്ന കേസുകളും അതിലെ വിധിയും കാര്യങ്ങളൊക്കെ. ഇത്രയും വലിയൊരു ഫ്രോഡ് കൊടും ക്രിമിനൽ ഓൾറെഡി കേരളത്തിൽ ഇത്രയും ഫ്രോഡ് പരിപാടി കാണിച്ച ഒരുത്തന് ഇത്ര ഫ്രീ ആയിട്ട് വീണ്ടും ഈ നാട്ടിലിറങ്ങി ആളുകളെ പറ്റിക്കാൻ, അതും പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അവരിലേക്ക് എത്തേണ്ട ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന രീതിയിൽ ഇത്രയും വലിയ സ്ഥാപനങ്ങൾ 3-4 സ്ഥാപനം തുറന്നു വെച്ച് ഇവിടെ സുഖമായി വിലസാൻ പറ്റുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിമിനൽസിന് കൊടുക്കുന്ന ഒരു അപ്രിസിയേഷൻ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ജയിലിലെ
വേതനം കൂട്ടി, ഡെയിലി വേജ് കൂട്ടി എന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെ വെറുതെ പോകുന്ന ഒരാളെ അടക്കം ക്രിമിനൽ ആവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണോ ഇവിടുത്തെ നിയമം? മനസ്സിലാവുന്നില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക് ഇന്ത്യയിലൊരവസ്ഥ. ഞാൻ എഗെയിൻ ചോദിക്കുന്നു, പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഒക്കെ നിങ്ങളൊക്കെ ചത്തുപോയോ? അവിടുത്തെ മീഡിയ ആണല്ലോ പണിയെടുക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പണി? ഇവനെപ്പോലുള്ളൊരു ക്രിമിനൽ, അതും ഈ എന്താ പറയുക, ഞാൻ ഓക്കെ ഇതൊക്കെ വിട്, ഇവനെ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ ഇവൻ ഇത്രത്തോളം മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇവൻ ഇത്രയും ബാക്കപ്പ് കൊടുക്കുന്നത്? കാരണം കേരളത്തിലെ ഏറ്റവും പ്രമാദമായ കേസാണ് സോളാർ കേസ്. ഇവൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, 2013 ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആ മനുഷ്യനെതിരെ മീഡിയേൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര അന്ന് സോഷ്യൽ മീഡിയ ഇത്ര കത്തി നിൽക്കില്ലെങ്കിൽ പോലും 24/7 സാറ്റലൈറ്റ് ചാനലുകളിൽ അതൊക്കെ അന്നും വൈറലാണ്. പക്ഷെ അന്ന് കണ്ട ബിജു രാധാകൃഷ്ണനല്ല ഇപ്പം കാണുന്ന ബിജു രാധാകൃഷ്ണൻ. വളർന്നു, വലുതായി, പടർന്നു, പന്തലിച്ചു. ആര് ബാക്കപ്പ് കൊടുക്കുന്നു? ഈ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ബിജു രാധാകൃഷ്ണൻ ഇത്രയും വലിയ ഒരു സ്കാം നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നി? ഈ സോളാറിൻ്റെ പിന്നിലും വെറും ബിജു രാധാകൃഷ്ണൻ്റെ തലയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിലേക്കൊന്നും ഇനി പോകണ്ട, കഴിഞ്ഞ സാധനങ്ങൾ അവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെയാണ് ഇവിടെയും. CSR ഫണ്ട് തട്ടുന്ന ഈ വലിയ സ്കാമിൽ ബിജു രാധാകൃഷ്ണന് മാത്രം പങ്കോ? നോ. രാഷ്ട്രീയത്തിലെ വൻ വലിയ തോക്കുകൾ പിന്നിൽ കാണും, ഉറപ്പാണ് കാര്യം. അതിൽ തന്നെ പോലീസുകാരും വക്കീലന്മാരും ഒരുപാട് പ്രൊഫഷണൽസ് വേറെയും കാണും അതിനകത്ത്. ഇതൊക്കെ ഒരു കോക്കസ് പോലെ. പൈസ 1-2 കോടിയല്ലല്ലോ അടിച്ചു മാറ്റുന്നത്. CSR ഫണ്ട് എന്നൊക്കെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു 100 കോടി 200 കോടി 300 കോടി അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ഇതിനിടയിലാണ് ദിലീപ് എന്ന് പറഞ്ഞ ഫാക്ടറുമായിട്ട് ബിജു രാധാകൃഷ്ണൻ എന്ത് ബന്ധം? നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് ആ ടൈമിൽ ഈ പേര് പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ബിജു രാധാകൃഷ്ണൻ എന്നുള്ള പേര്. ഓക്കെ, ഇനി ബിജു രാധാകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ തട്ടിപ്പ് രീതികളുടെ ഒരു പാറ്റേണും കൂടി നമുക്കൊന്ന് നോക്കാം. UK നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. ബിജുവിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പലരും വീണുപോയി എന്നതാണ് വാസ്തവം. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബര കാറാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവ കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട CSR ഫണ്ടിനായാണ് ഞങ്ങൾ ട്രസ്റ്റ് ഭാരവാഹിയോടൊപ്പം ബിജുവിന്റെ ഓഫീസിലെത്തിയത്. ഏപ്രിൽ മാസത്തിനുള്ളിൽ 1500 കോടി രൂപ തരപ്പെടുത്തി നൽകാമെന്ന് ബിജുവിന്റെ ഉറപ്പ്. ലഭിക്കുന്ന പണത്തിന്റെ 60% തുക മാത്രം പദ്ധതിക്കായി ചെലവഴിച്ചാൽ മതിയാകും. ബാക്കി ട്രസ്റ്റിനും ഒരു വിഹിതം തനിക്കും. അന്നേരം ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി രൂപ കിട്ടുന്നോ, 10 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിക്കോ, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിക്കോ, ബാക്കിയുള്ളത് ചെലവഴിച്ചാൽ മതി. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റരുത്. അത് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള മാറ്റിക്കോ, മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3000 പശുക്കളെ വളർത്തുന്ന ഗോശാല നടത്തുന്നു.
ലിറ്റർ ഒന്നിന് 1500 രൂപ നിരക്കിൽ ഗോമൂത്രം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UKG വിധം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. സഹോദരി ആലപ്പുഴ മുല്ലക്കൽ SBയുടെ മാനേജരും സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഈ CSR ഫണ്ട് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ സീൻ എന്താ പറ്റുമറിയോ? ഇത് പുറത്ത് പറഞ്ഞ് വരുന്ന കമ്പനികളും ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇപ്പോൾ മലപ്പുറത്ത് നിന്നൊരു വ്യവസായി വന്നു, പള്ളിയിലച്ചന്മാരെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ മതപരമായിട്ടുള്ളൊരു ചൂഷണത്തിനകത്ത് നടന്നത്. കാരണം ഓഫീസിലൊക്കെ കൊന്തി സാധനങ്ങളും പുരുഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഈ ക്രിസ്ത്യൻ ബെൽറ്റിൽ പെട്ട കുറേ എന്താ പറയുക ചാരിറ്റി ചെയ്യുന്ന കുറേ കമ്പനികളും വലിയ മൾട്ടി കോർപ്പറേറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് വിദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചാരിറ്റി ഫണ്ടുകൾ വരുന്നതും ക്രിസ്ത്യൻ ബെൽറ്റിലാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉള്ളൊരു കറക്റ്റ് പിച്ച് പെർഫെക്റ്റ് ശ്രമം ഇവിടെ ഒരു എക്സിക്യൂഷൻ ഇവിടെ നടന്നു എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന ആളുകളെ കൺവിൻസ് ചെയ്ത് സംസാരിക്കാനും അവരെ ചാക്കിലാക്കാനും ഇവന് ഭയങ്കര ബുദ്ധിയാണ്. കാരണം സോളാർ കേസിൻ്റെ സമയത്ത് തന്നെ ഏഷ്യാനെറ്റിൽ ബിജു രാധാകൃഷ്ണൻ ദ അൺടോൾഡ് സ്റ്റോറി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാളെക്കുറിച്ച് ദ അൺടോൾഡ് സ്റ്റോറി എന്നൊക്കെ പറയണമെങ്കിൽ ഒരു ഫ്രോഡിനെ കുറിച്ച് പറയണമെങ്കിൽ ഇവന് ഏത് റേഞ്ച് ഓഫ് ഫ്രോഡാണെന്നുള്ളത് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയവർക്കൊന്നും സോളാർ കേസ് എന്താണെന്നും ബിജു രാധാകൃഷ്ണൻ എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ കാണൂല. മനസ്സിലായി? ഇവൻ എന്താ എങ്ങനെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇവൻ ഗജകാല ഗില്ലാടിയാണ്, ജന്മനാൽ ഫ്രോഡ് എന്നൊക്കെ പറയുന്ന ഒരുത്തൻ. അങ്ങനെയുള്ള ഒരുത്തൻ ഭാര്യയെ കൊന്ന കേസിലും കേരളം കണ്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ തട്ടിപ്പ് ഫ്രോഡ് പരിപാടിയായിട്ടുള്ള സോളാർ കേസിലും പെട്ട് അത്രത്തോളം ചർച്ചയായ കേസിലെ ഫ്രോഡ് ഇന്നും കൊച്ചിയിൽ ഈ സ്റ്റിൽ ഡൂയിങ് ദ സെയിം സ്കാം. അപ്പോൾ ആരാണ് ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ശരി, നടി ആക്രമിച്ച കേസ്, ദിലീപിൻ്റെ അനിയൻ 3 കോടി രൂപ, മാർട്ടിൻ, ഇതൊക്കെ ചിലപ്പോൾ വെറും മഞ്ഞുമലയുടെ അറ്റമായിരിക്കും. ഇവൻ പെടാൻ പോകുന്ന, ഇവൻ കുടുങ്ങാൻ പോകുന്ന ഒരു ഫാക്ടർ മാത്രമായിട്ട് അത് മാറും. അടിയിലേക്ക് അങ്ങോട്ട് ചകഞ്ഞ് നോക്കിയാൽ ചില വമ്പന്മാരും വമ്പത്തികളൊക്കെ ഉണ്ടാവില്ല ഇതിനടിയിൽ, ഇല്ലേ? ആൻഡ് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ദ സെയിം വെരി പോയിന്റിലേക്ക് തന്നെ ഞാൻ വരുന്നു. ചില്ലറ കാര്യമല്ല ഇവിടെ ഇർഷാദ് എന്ന് പറഞ്ഞാൽ മലപ്പുറം സ്വദേശിയായ വ്യവസായി പറഞ്ഞിട്ടുള്ളത്. അയാളും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അയാളോട് ഇങ്ങനെ CSR ഫണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫണ്ട് അയാളെ ഇന്നും മേടിച്ച് അയാളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഒരു ഫണ്ടുള്ള ആളാണ്, ഒപ്പം നിർത്താൻ പറ്റുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബിജു രാധാകൃഷ്ണൻ ഒപ്പം കൂട്ടിയെന്നുള്ളതാണ് എനിക്ക് ഇയാളെ സംസാരത്തിൽ മനസ്സിലാവുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ബിജു രാധാകൃഷ്ണൻ ഇയാളെ മാർട്ടിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതൊരു വലിയ സംഭവമാണ്. കാരണം മാർട്ടിൻ പരോളിൽ ഇറങ്ങിയ സമയത്താണ് മാർട്ടിൻ ഈ നറേറ്റീവ് കിട്ടിയിട്ടുണ്ടാവുക. ഏത്? ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന എന്നുള്ള നറേറ്റീവ്. അത് മാർട്ടിനിലേക്ക് എത്തിച്ച് അങ്ങനെ ഒരു നറേറ്റീവ് ഈഫ് ഇൻ കേസ് ഇതിലൊരു തീരുമാനമൊക്കെ ആവാതെ ഭയങ്കര സീനായി അല്ലെങ്കിൽ പ്രശ്നമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നറേറ്റീവ് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ച് ഇതിൻ്റെ തിങ്ക് ഹെഡ്സ്, മനസ്സിലായോ? അത് ഇവിടെ നിന്നാണോ എന്നൊരു ഡൗട്ട്. 2 പോസിബിലിറ്റിയാണ്. ഒന്നില്ലെങ്കിൽ ഇവർ പഠിപ്പിച്ച് വിട്ടത്, ഇവർക്കൊക്കെ അതുമായിട്ട് ബന്ധം കാണും. അല്ലെങ്കിൽ ഇവൻ അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവൻ പുറം ലോകത്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചിലപ്പോൾ ഇവൻ ബാക്കിയുള്ളവരോടും പറഞ്ഞു കാണും, ഷെയർ ചെയ്ത് കാണും. അങ്ങനത്തെ ടൈമിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. നിങ്ങളൊരു 3 കോടി രൂപ താ എന്ന് പറഞ്ഞ് നെഗോസിയേഷന് ദിലീപിനെ, അതായത് മാർട്ടിൻ കയ്യിലുണ്ട്, മാർട്ടിൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം, മാർട്ടിൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ആണ് മാർട്ടിൻ്റെ വേർഷൻ, മനസ്സിലായോ? ഇത് മേ ബി ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തൊരു, ഇനി ഇവർ പൈസ കൊണ്ടുപോയി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. ദിലീപും അല്ലെങ്കിൽ ദിലീപിൻ്റെ അനിയനൊക്കെ ഇതിൽ ഇൻവോൾവ് ആണെന്നും ഞാൻ എവിടെയും പറയുന്നില്ല. ദിസ് ഈസ് ജസ്റ്റ് എ കോൺസ്പിറസി, കുറച്ച് ഊഹാപോഹങ്ങൾ. വൈ? ബിക്കോസ് ഇർഷാദ് പറഞ്ഞ ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള വ്യവസായിയുടെ കയ്യിൽ ഇനിയും തെളിവുകളുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ബാലേന്ദ്രകുമാറിനെയാണ് ഓർമ്മ വരുന്നത്. ഈ കേസ് എങ്ങനെ മാറിപ്പോയാലും ഉണ്ടല്ലോ, ആ കേസിലേക്ക് വന്ന് കയറുന്ന കുറേ ഒരു തരം എന്താ പറയുക അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള കുറേ തുരുപ്പ് സാധനങ്ങളുണ്ട്. അങ്ങനെ വരുന്നതാണ് ഈ കേസിന് ഇങ്ങനെ ഓരോന്നും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ കർമ്മ. എന്താണ് നടക്കുക എന്നുള്ളത് അറിയില്ല. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ
എന്താണെങ്കിലും ബിജു രാധാകൃഷ്ണൻ്റെ ഉടായിപ്പ് പൊളിഞ്ഞിട്ടുണ്ട്. ചങ്ങായി മുങ്ങിയിട്ടുണ്ട്. പോലീസുകാരുടെ മൂക്കിൻ്റെ താഴെ നിന്ന് ഇത്രയും കാലം ഇനി പോലീസുകാർ നാട്ടിൽ നമ്മുടെ ടാക്സിൻ്റെ പൈസ ചിലവാക്കി ഇവൻ്റെ പിന്നാലെ പോകണമെന്ന് നമ്മൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. അതൊരു മികച്ച സംഭവമാണ് കേരളത്തിൽ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും രണ്ടാം പ്രതിയായ മാർട്ടിൻ എന്ത് വെളിപ്പെടുത്തലാണ് നടത്തിയത് ഇവരോട്? അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുത്ത നെറേറ്റീവാണോ പൊതുജനങ്ങളോട് വെളിപ്പെടുത്തലായി നടത്തിയത്? എന്ത് ബന്ധമാണ് ബിജു രാധാകൃഷ്ണനും ഈ പറഞ്ഞ മാർട്ടിനും തമ്മിലുള്ളത്? 3 കോടിയുടെ കണക്ക് ദിലീപിൻ്റെ അനിയൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞതിൽ വല്ല പ്രൂഫുമുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തീരുമാനമാവും. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്, ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ.